എന്റെ മുഖലക്ഷണം സ്വയം കണ്ണാടിയിൽ നോക്കി പറയുന്നത് കേട്ട് ഞാൻ തന്നെ ഞെട്ടി. കലയും കായികവും കയറി നിരങ്ങുന്ന എന്റെ മുഖം തൊലിക്കട്ടിയിൽ കാണ്ടാമൃഗത്തെ വെല്ലും. ലക്ഷണക്കേടിന്റെ ഉദാത്ത ഉദാഹരണം. നാറുന്ന ഇടങ്ങളിൽ വീണ്ടും വീണ്ടും നാറാൻ യോഗമുള്ള അപൂർവ നക്ഷത്രം. മാസത്തിൽ 30 ദിവസം ഒഴികെ ബാക്കി എല്ലാ നാളുകളിലും സമൂഹത്തിന്റെ ബഹുമാനവും സ്നേഹവും അനുഭവിക്കാൻ കഴിയും. 60 വയസ്സുള്ള എനിക്ക് 20 വയസ്സുള്ളപ്പോൾ 40 വയസ്സിന്റെ കുറവുണ്ടായിരുന്നു. നിന്നു വാങ്ങിയ രാജദൃഷ്ടി എല്ലാ കുറവും നികത്തും. കോഴിക്കുഞ്ഞ് അമ്മിഞ്ഞ കുടിക്കും നാൾ ഞാൻ ഈ നാട്ടിലെ ജനനായകൻ. അപൂർവം, അത്യപൂർവം ഈ ജന്മം. നിന്റെ കയ്യിൽ ഒരു ഇടിവെട്ട് കേസ് വന്ന് വീണിട്ടുണ്ടെന്ന് കേട്ടു. നിന്ന ക്ഷീണം തീർക്കാനും ഇനി എവിടെങ്കിലും നിർത്താനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്താതിരിക്കാനും രഘുവണ്ണൻ പുതിയ വിളയാടലുകളുമായി എത്തിയിരിക്കുകയാണ്. ഭീമൻ രഘുവിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം. എന്റെ മുടിപ്പര അമ്മജി ഇതെന്തൊരു ജമ്മം. അത് മാത്രമല്ല ഭീമൻ രഘു ഡാൻസും ചെയ്യും. ഹൗ ആർ യു മൈ ബ്രെയിൻ? ബെസ്റ്റ് തല, മാംഗ്ലൂർ മെയിലിന് വെക്കാൻ പറ്റിയ തല. സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ ഞങ്ങളെ വല്ലാതെ രസിപ്പിച്ചു കഴിഞ്ഞു. കലാവാസനകൾ ചുവപ്പിൽ പൊതിഞ്ഞ് അങ്ങിങ്ങായി പ്രകടിപ്പിച്ചതും ധാരാളം. ഇനിയും വേണോ? പ്രസ്ഥാനത്തിന് ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികമുള്ള അസ്ഥിരതയും മനോദുർബലരുടെ പ്രാതിനിധ്യം ഉണ്ടല്ലോ. അണ്ണൻ ഒരു സൈഡിൽ അങ്ങനെ ഒതുങ്ങി നിന്നാൽ അതല്ലേ നല്ലത്? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒരു പ്രത്യേക രീതി. കാരണം നിങ്ങളുടെ പഴയ ഭീമനെ നിങ്ങൾക്ക് ഓർക്കാം. എന്തിനുള്ള പുറപ്പാടാണ്ടോ? അതിന് യാതൊരു സംശയം വേണ്ട. പഴയ വേർഷനിലേക്ക് പോകാൻ ശ്രമിച്ചാലും പ്രോഡക്റ്റിൻ്റെ നിലവിലെ നിലവാരം വെച്ച് പ്രേക്ഷകർ റിസ്ക് എടുക്കാൻ തയ്യാറാകുമോ എന്നതാണ് ആശങ്ക. ഈ ചാട്ടം കലാകായിക വകുപ്പിനെ ലക്ഷ്യമിട്ടാണെന്നാണ് ജനസംസാരം. ഏതായാലും വിവേകവും പക്വതയും ഒന്നും രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള മാനദണ്ഡങ്ങളല്ലെന്ന് യുവതലമുറയെ കാട്ടിക്കൊടുത്തതിന് കടപ്പാടുണ്ട്. പാടുപെടും. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. കാരണം വെച്ചാൽ ഒരു എന്തോ അത് ദൈവത്തിന്റെ ഒരു ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ദൈവാനുഗ്രഹം ദൈവത്തിന്റെ നിമിത്തമാണ്. ദൈവമെന്ന് ആവർത്തിക്കുന്നത് കൂടുന്നു സഖാവേ. ഇത്തിരി കുറച്ചോ കേട്ടോ, അല്ലെ സ്റ്റഡി ക്ലാസ്സിൽ നിന്ന് ഇമ്പോസിഷൻ കിട്ടും. അയോധ്യ ഞാനിങ്ങനെ TV കൂടെ കാണും. ആശാനെ പറ്റിയ ശിഷ്യൻ എന്നും കാണാറുണ്ട്. ഇത് മറ്റേ മൊബൈൽ ഓൺ ചെയ്ത് നിങ്ങൾക്ക് കാണാമല്ലോ. ഓൺ ചെയ്ത് നോക്ക്, അയോധ്യ കാണാം. ഇത്രയും ഫ്രഷ് വളിപ്പൊക്കെ കയ്യിലുണ്ടായിരുന്നില്ലേ? പക്ഷെ ഒരു കാര്യം നീ ശ്രദ്ധിച്ചോണേ, വളിപ്പടിച്ചിട്ട് വാലുകുലുക്കി പക്ഷിയുടെ ശബ്ദത്തിൽ സ്വയം ചിരി വരുത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ട, ബോറ. പൊളിറ്റിക്കൽ താല്പര്യമുള്ള ചർച്ച നടക്കുന്നതാണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയിൽ ചീത്ത വിളിക്കണമെന്ന് വല്ലാതെ തോന്നുമ്പോൾ കവിളുകൾ ഇങ്ങനെ ബലൂൺ പോലെ വീർപ്പിച്ച് കെട്ടണമെന്ന് പിതൃതുല്യനാവും ഉപദേശിച്ചതല്ലേ. അല്പം താമസിച്ചാലും എത്തേണ്ടടുത്ത് തന്നെയാണ് കൃത്യമായിട്ട് എത്തിയിരിക്കുന്നത് കേട്ടോ. നിങ്ങളൊക്കെ വല്ല പ്രവേശന പരീക്ഷയും പാസ്സായിട്ടാണോ പാർട്ടിയിലേക്ക് കയറുന്നത്? അല്ല, എല്ലാവർക്കും ഏകദേശം ഒരേ യോഗ്യത, അതുകൊണ്ട് ചോദിച്ചതാ. പൊളിറ്റിക്കൽ ലീഡർ ആയിട്ടില്ലല്ലോ ഞാൻ. ഞങ്ങളുടെ ഭാഗ്യം. ഒരു MLA MP മന്ത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാം. അങ്ങനെ ആവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. പൂർവികരുടെ തീറ്റ കണ്ട് MLA MP ഒക്കെ ആകാൻ വയറും കാലിയാക്കി ഇറങ്ങിയിരിക്കുകയല്ലേ. MLA എന്നാൽ മുണ്ട് ഉടുത്ത് ലോകം ചുറ്റുന്ന ആൾ എന്നും MP എന്നാൽ മനുഷ്യരെ പറ്റിക്കുന്നവൻ എന്നും ഒക്കെ ആയിരിക്കും പാർട്ടി പാഠങ്ങളിൽ നിന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഈ ഒരു ദുരന്തം കൂടെ അനുഭവിക്കാൻ ഇടയാക്കല്ലേ. എല്ലാരും കൂടെ ഒരു ചട്ടിയിൽ നിന്ന് വാരി തിന്നുമ്പോ അതിന്റെ മൂട്ടിൽ ഒരു ഓട്ട ഇട്ടിട്ട് അതിൽ നൂറ്റാൻ നോക്കരുത്. ദൈവം അനുഗ്രഹിച്ചാൽ നടക്കും. ഇല്ലെങ്കിൽ ഞാൻ സിനിമയിൽ തന്നെ വീണ്ടും കാലുറപ്പിച്ച് മുന്നോട്ടു. ദൈവമേ, ആളും തരവും ഒന്നും നോക്കാതെ അബദ്ധത്തിലൊന്നും അനുഗ്രഹിച്ചു വിട്ടേക്കല്ലേ. പിന്നെ ഭീമൻ രഘു സംസാരിക്കുമ്പോൾ വളരെ ചൂടായിട്ട് സംസാരിക്കുന്ന എല്ലാ ആൾക്കാരും പറയുന്നില്ല. അത് ആവശ്യമുള്ളിടത്ത് ചൂടായിട്ട് തന്നെ സംസാരിക്കും, അതിന് സംശയമൊന്നുമില്ല. സീരിയസ് ആയിട്ടുള്ള കോമഡി ഒന്നും പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ മണ്ണ് കപ്പിക്കാതെ നിൽപ്പണ്ണ. രഘുവണ്ണ, പിന്നെ സ്വന്തം പേര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വയം പറയുന്നത് ആത്മവിശ്വാസം ഇല്ലാത്തവരുടെയും അപകർഷതാബോധം ഉള്ളവരുടെയും ലക്ഷണമാണെന്ന ചില മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അണ്ണൻ അവരെക്കാൾ വിവരദോഷം കൂടുതലുള്ളതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇങ്ങനെ ഓരോരോ ഗോഷ്ഠികൾ കുറച്ച് ദിവസം ഇടവിട്ട് ആവർത്തിക്കുന്നതിന് പിന്നിലെ ചേതോവികാരം എന്താണ്? കരയുന്ന കുഞ്ഞിനെ എപ്പോഴും പാലുള്ളൂ, അല്ലാതെ കരയാത്ത കുഞ്ഞിന് പാലൊന്നുമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. പിടികിട്ടി. സീറ്റ് കിട്ടുന്നവരെ കരഞ്ഞു കേട്ടോ. കരയുമ്പോൾ അന്നത്തെ പോലെ മുന്നിൽ ചെന്ന് ഒരേ നിപ്പ് നിന്ന് പിതൃതുല്യം കാണുന്ന രീതി കരയണേ.
കരയാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങൾ. സഖാക്കളേ സഖാക്കളേ മുന്നോട്ട് 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 മുന്നോട്ട്.